വെൽക്കം ടു ബ്ലിസ്ഫുൾ ബട്ടർഫ്ലൈസ്. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. നമ്മള് ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 8 months ഒക്കെ ആയി കാണും. ഭയങ്കര കൺസിസ്റ്റൻസിയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു എന്താണ് ഇപ്പൊ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ. ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഹോമിൽ ചാൾസിന്റെ അടുത്ത് ശ്രീധർവാസി ചോദിക്കുന്നുണ്ടായിരുന്നില്ലേ, ആകെ 19 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. അതിൽ ആരാണ് അതിന്റെ അടുത്ത് ചോദിക്കുന്നത്? നമ്മുടെ അടുത്ത് അധികം ആൾക്കാരൊന്നും ചോദിച്ചിട്ടില്ല. 1-2 പേര് ചോദിച്ചു എന്താണ് ഇപ്പൊ വീഡിയോസ് ഒന്നും കാണാറില്ലെന്ന്. അപ്പൊ വിചാരിച്ച എന്തായാലും ഒരു വീഡിയോ കുറെ നാളായിട്ട് ഇടുന്നു വിചാരിച്ചുള്ള ഒരു വീഡിയോ ആണ് എന്റെ ഫേവറേറ്റ് ടോപ്പിക്കിൽ. അപ്പൊ വിചാരിച്ച അത് ഇടാമെന്ന്. ഇനി അടുത്ത വീഡിയോ എപ്പോഴാണ് വരാമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം നിങ്ങൾക്ക് പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. നമ്മള് ആ പടത്തിൽ കണ്ടില്ലേ, ഒലിവ ട്വിസ്റ്റ് ടെറസിൽ കുറെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല കുട്ടപ്പനാക്കി സെറ്റാക്കി ഉള്ളത്. നമുക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് നമ്മുടെ വീട്ടിലുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ സ്പോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ പ്ലാന്റ് സ്റ്റാൻഡായിട്ട് ഒരു ചെറിയ കുട്ടി ക്യൂട്ടായുള്ള സൈക്കിൾ വെച്ചിട്ടുണ്ട്. ആ സൈക്കിളിൽ നമ്മളൊരു 3 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ പ്ലാന്റ് അല്ലേ, ഈ പ്ലാന്റിന്റെ പേരാണ് വാട്ടർമെലൺ പെപ്പറോമിയ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് പേര് കേട്ടാൽ മനസ്സിലാവും. ഇതില് നമ്മുടെ തണ്ണിമത്തന്റെ പോലെയല്ലേ ഇതിന്റെ ആ ഒരു ഷെയ്ഡും ഇതൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇതിന് ആ പേര് വന്നിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്, വാട്ടർമെലൺ പെപ്പറോമിയ. നമ്മള് ഒരു കുട്ടി പ്ലാന്റ് ആയിട്ട് മേടിച്ചതാണ്. ഇപ്പൊ അത് മൊത്തം നിറയെ നിറഞ്ഞു, ആ ചട്ടി മൊത്തം. ഇതൊരു പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റിന്റെ പേര് പിങ്ക് ബബിൾസ് ആണ്. ആക്ച്വലി ഇതിൽ നിറയെ പിങ്ക് എലമെന്റ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് പിങ്ക് ബബിൾസ് എന്ന് വരുന്നത്. കെലീസിയ റെപ്പൻസ് എന്നൊക്കെ ഇതിനെ പറയും. പക്ഷെ ശരിക്കും ഒരു പിങ്ക് ബബിൾസ് എന്നാണ് എല്ലാവരും കോമൺ ആയിട്ട് വിളിക്കുന്ന പേര്. പക്ഷെ ഇതിൽ പിങ്ക് ഷെയ്ഡൊക്കെ കുറഞ്ഞു പോയി. കാരണം ഇപ്പൊ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ല സൺലൈറ്റ് വേണം. ആ സമയത്താണ് ഇതിന് പിങ്ക് ഷെയ്ഡ് വരുന്നത്. ഇപ്പൊ ഇവിടെ വിന്റർ ആയത് കാരണം കൊണ്ട് സൺലൈറ്റ് കുറവായതുകൊണ്ട് ആ പിങ്ക് ഷെയ്ഡൊക്കെ പോയി. വളരെ കുറച്ച് നിങ്ങൾക്ക് ഇവിടെ സൈഡിലൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ സമ്മർ ആവുമ്പോൾ ഇതിന് പിങ്ക് ഷെയ്ഡ്സ് വീണ്ടും വരും. അതുവരെ ഇപ്പോൾ ഗ്രീൻ ആൻഡ് വൈറ്റും കോമ്പിനേഷനിലായിരിക്കും നിൽക്കുക. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ വളരെ ഡെൻസ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഡോൺ ഡീറ്റെയിൽസ് എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു സക്കുലന്റ് ആണ്. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് ഗ്രോ ആയിട്ട് നമ്മൾ മേടിച്ച സമയത്ത് ചെറിയൊരു കട്ടിങ് പോലെ ഒക്കെ ആയിട്ട് മേടിച്ച പ്ലാന്റ്സ് ആണ്. അതൊക്കെ ഇപ്പൊ നല്ലോണം ഗ്രോ ആയിട്ടുണ്ട്. ആക്ച്വലി വിന്ററിൽ അധികം ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഇനി സമ്മർ ആവുമ്പോ നല്ലോണം ഗ്രോ ആവുന്നു കൂടെ. ഇനി ഇവിടെ ഒരു കോർണറിൽ നമ്മളൊരു പ്ലാന്റ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉള്ള പ്ലാന്റ് ആണ് മിനിമ, മോൺസ്റ്ററായ മിനിമ എന്നൊക്കെ പറയും. ഇത് നമ്മുടെ വലിയ മോൺസ്റ്ററയുടെ ഒരു ചെറിയ വേർഷൻ. കണ്ടില്ലേ, ഇങ്ങനെ കട്ട് വന്നിട്ടുണ്ട് പ്ലാന്റ്സിന്റെ ലീവ്സിൽ. ഇത് മിനിമ എന്നാണ് പ്ലാന്റ്. ഇപ്പൊ നമ്മൾ ഗ്രോ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂമിന്റെ 2 കോർണറിൽ നമ്മൾ 2 ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഇതാണ്. ഇതിന് ബ്രസീൽ പോത്തോസ് എന്ന് പറയും. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതില് കളർ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റില്ലേ, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ആയുള്ള കോമ്പിനേഷനുള്ള ലീവ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. പോത്തോസിൽ തന്നെ കുറെ വെറൈറ്റീസ് ഇല്ല. അതിൽ ഒരു ബ്രസീൽ പോത്തോസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ആ കോർണറിൽ നമ്മൾ ബ്രസീൽ പോത്തോസ് ഇട്ടുള്ള പോലെ തന്നെ ലിവിംഗ് റൂമിന്റെ മറ്റേ കോർണറിലിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇത് വാണ്ടറിങ് ജൂ എന്ന് പറയും. ഇതിങ്ങനെ എല്ലായിടത്തും വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മുകളിലേക്ക് ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ താഴത്തേക്കും വന്നിട്ടുണ്ട്. പിന്നെ ഈ കോർണറിൽ നമുക്ക് വേറെ 2 പ്ലാന്റ് ഉണ്ട്. ഒന്ന് ഇതെല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് ആണ്, ഫിഡിലി ഫിഗ് എന്ന് പറയും. ഭയങ്കര, അതായത് ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പിൻട്രസ്റ്റിലൊക്കെ ഇന്റീരിയേഴ്സ് കാണിക്കുന്ന മെയിൻ പ്ലാന്റിൽ ഒന്നാണ് ഈ ഫിഡിലി ഫിഗ് എന്ന് പറയുന്നത്. നമ്മളിത് മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല, ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല വളർന്നു വരുമ്പോൾ ഇതിന്റെ ലീഫൊക്കെ വളരെ വലുതായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ സൈഡിൽ നമ്മുടെ മോൺസ്റ്റർ ഇരിപ്പുണ്ട്. ആളുടെ അവസ്ഥ കുറച്ച് കഷ്ടത്തിലാണ്. വിന്റർ ആയ സമയത്ത് അതിനധികം ശരിക്കും സൺലൈറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ മുന്നേ വെച്ചിരുന്നത് വേറെ സ്പോട്ടിലായിരുന്നു. അപ്പൊ ശരിക്കും ഈ
അതിൻ്റെ ആവശ്യമുള്ള സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ട് കുറച്ച് മോശം അവസ്ഥയിലാണ്. ഇപ്പോൾ ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ മൂവ് ചെയ്തു സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്പോട്ട്. അതുപോലെ തന്നെ നമ്മൾ വിൻഡോയുടെ സൈഡിലായിട്ട് ചെറിയൊരു ടെറക്കോട്ട പോട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെയിൻ ഓഫ് ഹാർട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇലകൾ ഹാർട്ടിൻ്റെ ഷേപ്പാണ്. അത് ക്യൂട്ടായുള്ളൊരു പ്ലാന്റ് ആണ് ഇത്. ഇനി താഴത്തേക്ക് കുറേ പടർന്ന് വരും. അപ്പോൾ നമ്മൾ നട്ടിട്ട് അധികം നാളായിട്ടില്ല. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഇനി ഇതുപോലെ ഇവിടെ നമ്മൾ സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. ആ സ്റ്റൂളിൽ 2 പ്ലാന്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഒരു പ്ലാന്റ് ഫിലാഡെൻഡ്രൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് കാണാന്ന് പറയുന്ന ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. നമ്മൾ ഇതിന് കൊണ്ടുവന്ന സമയത്ത് ആദ്യം മേടിച്ച സമയത്ത് 2-3 ലീവ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ ലീവ്സിൽ നിന്ന് ഇപ്പോൾ ഇത് ഫുള്ള് നമ്മളൊരു പോളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് അതിനകത്തേക്ക് കയറി പിടിച്ച് ഇപ്പോൾ നല്ലോണം വന്നു ഈ പ്ലാന്റ്. ഇവിടെ ഒരു കാലത്തിയ പ്ലാന്റ് ഇരിപ്പുണ്ട്. ഇതിന്റെയും ലീവ്സ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലീവ്സിന്റെ പാറ്റേൺ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് പ്ലാന്റിന്റെ. അപ്പൊ ഈ 2 പ്ലാന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. TV സ്റ്റാൻഡിന്റെ കോർണറിൽ നമ്മളൊരു ടെറാക്കോട്ട പോട്ട് മേടിച്ചത് ഇങ്ങനെ പെയിന്റ് ചെയ്തിട്ട് അതിനകത്ത് പെയിന്റിന്റെ ഡിസൈൻ കണ്ടിട്ട് ആരും അതിശയപ്പെടണ്ട, വളരെ പെശാച്ച് കുമ്പിളിക്കുക ഡിസൈനാണ്. പിന്നെന്താണ്, ഇതിനകത്ത് നമ്മളൊരു ചെയിൻ ഓഫ് ഹാർട്ടിന്റെ ഒരു കട്ടിങ് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്നു. അത് വളർന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഹാങ് ആകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. നമ്മൾ TV സ്റ്റാൻഡിന്റെ അടിയിലെ ഒരു കോർണറിൽ ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് ഈ കാക്ടസിന്റെ ഒക്കെ ഫോട്ടോയുള്ള ഒരു പോട്ടിലാണ് ഈ സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അത് നല്ല ക്യൂട്ടായുള്ള ഒരു പോട്ടുമാണ്, പ്ലാന്റുമാണ്. പിന്നെ സൈഡിൽ ഒരു പ്ലാന്റ്, അത് ആക്ച്വലി റിയൽ പ്ലാന്റ് അല്ല കേട്ടോ, അത് ഫേക്ക് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിലിരിക്കുന്നത്. നമ്മുടെ വീട്ടില് സൺലൈറ്റ് കൂടുതൽ കിട്ടുന്ന ഒരു സ്പേസ് ആണ് ലിവിംഗ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എല്ലാ കോർണേഴ്സും നമ്മൾ മെയിൻ ആയിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോർണർ ബാക്കിയില്ല എന്നാണ് പറയാം. അപ്പൊ ഈ ഒരു കോർണറിൽ ഇവിടെ കഴിക്കുന്ന ഈ പ്ലാന്റിന്റെ പേര് അംബ്രല്ല പ്ലാന്റ് എന്നാണ്. അതിന്റെ ഇലകൾ കണ്ടില്ലേ, ഒരു അംബ്രല്ല പോലെയല്ലേ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് എന്റെ പേര് അംബ്രല്ല പ്ലാന്റ് എന്നാണ്. ആക്ച്വലി ഇതിന് സയന്റിഫിക് ആയിട്ട് കുറെ കടികെട്ടി പേരുകളൊക്കെയാണ് കേട്ടോ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തോ ഷെഫ്ലോറാന്നോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന്റെ സയന്റിഫിക് നെയിം. പക്ഷെ നമുക്ക് അംബ്രല്ല പ്ലാന്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ കോർണറിൽ നമ്മളൊരു പ്ലാന്റ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് നമുക്ക് മാക്സിമം പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മുടെ പൂത്തോസ് ആണ്, മണി പ്ലാന്റ് ഇല്ലേ, മണി പ്ലാന്റ് ആണ്. പിന്നെ സെക്കൻഡ് വെച്ചിട്ടുള്ള പ്ലാന്റ് മോണ്ടറിങ് ജൂവിന്റെ തന്നെ കട്ടിങ്സ് വെച്ചിട്ട് ഉള്ളൊരു പ്ലാന്റ് ആണത്. പിന്നെ തേർഡ് വരുന്നത് ഇതിനെ സാറ്റിൻ പോത്തോസ് എന്ന് പറയും. അതും ഇങ്ങനെ താഴത്തേക്ക് ഹാങ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഗോൾഡൻ പോത്തോസ്, നല്ല ഗോൾഡൻ വേരിയേഷൻ ഉള്ള ലീവ്സ് ആണ് ഇതിന്റെ, അത് കാരണം ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത്. പിന്നെ താഴെയുള്ള പ്ലാന്റ് അത് നല്ല അടിപൊളി പ്ലാന്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ വിന്റർ ആയിരുന്ന സമയത്ത് ആള് കുറച്ച് ശോഷിച്ചു പോയി. ഇതിന് കാലത്തിയ ഡോട്ടി എന്ന് പറയും. ഇതിന്റെ ലീവ്സിന്റെ കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു പിങ്കും ബ്ലാക്കും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ. കുറച്ച് ക്ഷീണത്തിലാണ് ആള്. സ്പ്രിംഗും സമ്മറൊക്കെ ആവുമ്പോൾ റിക്കവർ ആവുന്നതാണ് വിശ്വാസം. ഈ പ്ലാന്റ് ഇത് കുറച്ച് നമ്മുടെ ഹൈറ്റിലുള്ള ഒരു പ്ലാന്റ് ആണ്. വീപ്പിംഗ് ഫിഗ് എന്നാണ് ഇതിന്റെ പേര്. ഫീക്കസ് ബെഞ്ചാമിനോ എന്തൊക്കെയാണ് സയന്റിഫിക് പേര്. ഇതിന് ഒരുപാട് ലീവ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഒരു സ്റ്റേറ്റ്മെന്റ് പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടില് ഇൻഡോർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. സമ്മർ ആവുമ്പോൾ ഒന്നും കൂടി ഇത് ലഷ് ആയിട്ട് വരും, നല്ലോണം ലീവ്സ് ഒക്കെ ആയിട്ട് വരും. ഇപ്പോഴും കുഴപ്പമില്ല, വിന്റർ ആയത് തന്നെ കുറെ ലീവ്സ് ഇത് ഷെഡ് ചെയ്തു. പക്ഷെ എന്നാലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയാം. നല്ല ഹൈറ്റിൽ വരും ഈ പ്ലാന്റ്.
നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ആകെ ഒരു പ്ലാന്റ് വെച്ചിട്ടുള്ളൂ ഇപ്പോ. അത് നമ്മുടെ ZZ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൽ നിന്ന് അധികം വെളിച്ചൊന്നും ഇല്ലെങ്കിലും സർവൈവ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിപ്പോ വന്ന പുതിയ ലീവ്സ് ആണ്. ഇതിന്റെ ലീവ്സ് നമുക്ക് കണ്ടറിയാം, കുറച്ച് ലൈറ്റ് ഗ്രീൻ ആണ്, ബാക്കിയുള്ള കുറച്ച് ഡാർക്ക് ഗ്രീൻ ആണ്. ഇതിന്റെ ലീവ്സ് ഭയങ്കര ഒരു ഓയില് തേച്ച് വെച്ച് പോലെ ഭയങ്കര ഗ്ലോസി ആയിട്ടുള്ള ലീവ്സ് ആണ് കേട്ടോ. ഇതിന്റെ നല്ല ഭംഗിയായിട്ടുള്ള ലീവ്സ് ആണ്, ഈസി മെയിൻ്റെനൻസ് ആണ്. നമ്മള് ബാത്റൂം ഇട്ടിട്ടില്ല. ബാത്റൂമിലും വിൻഡോ സൈഡിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഈ ഒരു ഹാങ്ങർ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 സെക്ഷനായിട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. മുകളില് ആരോ ഹെഡ് എന്ന് പറഞ്ഞുള്ള പ്ലാന്റ് ആണിത്. സിങ്കോണിയം എന്നൊക്കെ പറയും. ആരോ ഹെഡ് എന്നും കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുകളിലുള്ളത്. പിന്നെ ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ്, സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയും. ഇതിന്റെ കാണാനില്ല, ഇതൊരു സക്ലന്റ് ആണ്, പേള് പോലെയല്ലേ ഇത് കിടക്കുന്നത്. അപ്പൊ അത് കാരണം കൂടി ഇതിന്റെ പേര് സ്ട്രിങ് ഓഫ് പേൾസ് എന്നാണ്. അത് നമ്മൾ കുറെ ഹാങ് ആയിട്ട് വന്നിട്ടുണ്ട് താഴെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പ്ലാന്റ്, ഇതിന്റെ പേര് സിൽവർ പോത്തോസ് എന്നാണ്, ടർബി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ വിൻഡോ സൈഡിൽ നമ്മളൊരു സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ ശുഷ്കിച്ചൊരു സിൽവർ അല്ല നമ്മുടെ സ്ട്രിങ് ഓഫ് പേൾസിന്റെ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഒരെണ്ണം ഗ്രോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂമിലെ പ്ലാന്റ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഇവർക്ക് ഇഷ്ടമുള്ള ഒരു സ്പോട്ടാണ് പ്ലാന്റ്സിന്. കാരണം വിൻഡോയിൽ കൂടെ നമുക്ക് ഫിൽറ്റേഡ് ആയിട്ടുള്ള ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കണം. നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഹ്യൂമിഡിറ്റി കൂടുതലാകുന്നതുകൊണ്ട് പ്ലാന്റ്സിന് ആ ഒരു എൻവയോൺമെന്റ് ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. ഇനി നമ്മുടെ ഓഫീസ് സ്പേസിൽ നമ്മൾ 2 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഇപ്പോ ഓൾറെഡി കണ്ട പ്ലാന്റ് തന്നെയാണ്. വാണ്ടറിംഗ് ജൂണിന്റെ തന്നെ കട്ടിങ് വെച്ചിരിക്കുകയാണ് ഈ പ്ലാന്റ്. പിന്നെ ഇത് വിനുവിന്റെ ഓഫീസിൽ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു കട്ടിങ്സിന്ന് നമ്മൾ ഗ്രോ ചെയ്ത പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് എനിക്കറിയത് ഒരു കാക്ടസിന്റെ തന്നെ ഒരു വെറൈറ്റി ആണ്. കുറച്ചൊരു കടികട്ടിയായുള്ള പേരാണ്, കാരണം എനിക്ക് പേര് ഓർമ്മയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് ഗ്രോ ചെയ്ത് വന്നപ്പോ കാണാനായിട്ട്. താഴത്തേക്കൊക്കെ ഇങ്ങനെ എത്തി ഗ്രോ ആയിട്ട്. പിന്നെ മുകളിൽ നമ്മുടെ കിളികളെ കണ്ടില്ലേ, ഇത് ഹോം ടൂർ നമ്മൾ ചെയ്ത സമയത്ത് ഇത് മിസ് ചെയ്തു എടുക്കാനായിട്ട്. ഇത് ഞാനും മിച്ചന്റെ കൂടെ ഇരുന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചൊരു സംഭവമാണ്. നമ്മൾ വേക്കപ്പ് സെറ്റില് ആ സോങ് കാണുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീട്ടിൽ ചെയ്യണമെന്നുള്ളത്. ഇത് നമ്മൾ നമ്മുടെ ടോയ്ലറ്റിന്റെ വിൻഡോ സൈഡിൽ വെച്ചിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ്. ജസ്റ്റ് 1-2 കട്ടിങ്ങിൽ നിന്ന് നമ്മൾ പ്ലാന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്ലാന്റ് ആണിത്. ഒരുപാട് ഗ്രൂ ആയി താഴത്തേക്കൊക്കെ ഇങ്ങനെ ഹാങ് ആയിട്ടുണ്ട്. നല്ല രസമാണ്. ഇനി നമ്മൾ ലാസ്റ്റ് സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ കിച്ചൺ വിൻഡോയില് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇവിടെയൊക്കെ കുറെ കൂടുതലും പ്ലാന്റ് ബേബീസ് ആണ് കേട്ടോ. ഗ്രോൺ ആയിട്ടുള്ള പ്ലാന്റ്സിനേക്കാളും നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ എന്ന് പറയാം ഈ ഒരു സെക്ഷൻ. കുറെ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ, ചെറിയ ചെറിയ പ്ലാന്റ്സ്. ആ പിങ്ക് കളറുള്ള പ്ലാന്റിന്റെ പേര് ഓക്സാലിസ് എന്നാണ്. അതിപ്പോ ഒരു ലീഫ് വന്നിട്ടുള്ളൂ. പിങ്ക് കളറാണ്. മോർണിംഗിൽ അത് തുറന്നിരിക്കും, വൈകിട്ടാവുമ്പോ സൺസെറ്റ് ആവുമ്പോ അത് ക്ലോസ് ആവും. അങ്ങനെ ഒരു പ്ലാന്റ് ആണ് അത്. പിന്നെ സൈഡിൽ ഇരിക്കുന്ന പ്ലാന്റിന്റെ പേരാണ് ബേബി ടിയർ. അതിന്റെ എല്ലാം കണ്ടില്ലേ ഇങ്ങനെ കണ്ണുനീർത്തുള്ളി പോലെ ഇല്ലേ, അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ പേര് അതാണ് ബേബി ടിയർ. പിന്നെ 2 സൈഡിൽ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഒരു കോല ഹാങ്ങിങ് ആണ്. അതിൽ നമ്മൾ സ്ട്രിങ് ഓഫ് പേൾസ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഹാങ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്. പിന്നെ ഇതുപോലെ തന്നെ ഈ സൈഡില് നമ്മളൊരു സ്ലോത്തിന്റെ ഒരു ഹാങ്ങിങ് പോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയിൻ ഓഫ് ഹാർട്ട് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ഭംഗിയായിട്ട് ക്യൂട്ട് ഹാർട്ട്സ് ആയിട്ട് താഴത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള കട്ടിങ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ക്ലേ ബോൾസ് ആണ്, ലീക്ക എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളിവിടെ കട്ടിങ്സ് വെച്ചിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോത്തോസ് ആണ്, അത് മണി പ്ലാന്റ് ആണ്. പിന്നെ ഇവിടേക്ക് കാണുന്നത് നിങ്ങൾക്ക് ഈ പോട്ടിൽ കാണുന്നത്, വൈറ്റ് പോട്ടിൽ കാണുന്നത് ചെയിൻ ഓഫ് ഹാർട്ട്സിന്റെ വെരിഗേറ്റഡ് വേർഷൻ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റും പിങ്കും കളേഴ്സ് ആണ് അതിന്റെ ലീവ്സ് വന്നുള്ളത്. അപ്പോൾ ചെയിൻ ഓഫ് ഹാർട്ട് തന്നെ അതിന്റെ വെരിഗേറ്റഡ് വേർഷൻ ആണ്. അതിന്റെ കട്ടിങ്സ് ആണ് കേട്ടോ, അതൊക്കെ ഗ്രോ ആയിട്ട് വരുന്നേ ഉള്ളൂ.
അടുത്ത പോട്ടിൽ ചെയിൻ ഓഫ് ആർട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. അതും ഇനി നല്ല ഭംഗിയിൽ താഴത്തേക്ക് വളർന്നു വരും. പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കട്ടിങ്സ് വെച്ചിരിക്കുകയാണ്. ഇത് മാർബിൾ പോത്തോസ് എന്ന് പറയും. അതിന്റെ വെരിഗേഷൻ കാണാമല്ലോ നിങ്ങൾക്ക്, വൈറ്റ് കളറിലുള്ള വെരിഗേഷൻ വന്നിട്ടുണ്ട്. മാർബിൾ പോത്തോസ് എന്ന് പറയും. സ്നോ ക്വീന്നോ അങ്ങനെയൊക്കെ പറയുന്നോളൂ. പിന്നെ അതിനകത്ത് ഇതുപോലെ നിയോൺ പോത്തോസിന്റെ കട്ടിങ് ഉണ്ട്. പിന്നെ ഒരു ഹോയ പ്ലാന്റിന്റെ കട്ടിങ് അതുപോലെ സൈഡ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വാട്ടർമെലൺ പെപ്പറോമിയുടെ കട്ടിങ് അവിടെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ റീസെന്റ് ആഡ് ചെയ്ത ഒരു ആക്ച്വലി ഇതൊരു കാൻഡിൽ ഹോൾഡർ ആണ്. അതിനകത്ത് നമ്മള് നമ്മുടെ സ്ട്രിങ് ഓഫ് ടേർട്ടിൽസ്, അതിന്റെ ആമയുടെ പോലെയാണ് അതിന്റെ ഇലകള്, അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ വന്നിട്ടുള്ളത്, സ്ട്രിങ് ഓഫ് ടേർട്ടിൽസ് എന്ന്. അപ്പൊ സ്ട്രിങ് ഓഫ് ടേർട്ടിൽസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് സ്പ്രിങ്ങും സമ്മറൊക്കെ ആകുമ്പോൾ നല്ലോണം ഗ്രോ ആയി താഴത്തേക്ക് ഹാങ് ആയിട്ട് വരും. അപ്പൊ അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ഭയങ്കര ക്യൂട്ടാണ്. കാലത്ത് എഴുന്നേറ്റ് നമ്മൾ ഈ വിൻഡോയിൽ നോക്കുമ്പോ ഈ ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഈ കട്ടിങ്സും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കുറെ പ്ലാന്റ് ബേബീസിനെ കണ്ടില്ലേ, അതുപോലെ തന്നെ നവംബറിൽ നമുക്കൊരു ബേബി വരാൻ പോവാണ്. ആക്ച്വലി വി ആർ എക്സ്പെക്ടിങ്. നവംബറിലാണ് ഡ്യൂ ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ വീഡിയോസ് ഡിലേ ആവാനുള്ള ഒരു റീസണും അത് തന്നെയായിരുന്നു. ഫസ്റ്റത്തെ ഫ്യൂ മന്ത്സ് നമ്മൾ എല്ലാം അഡ്ജസ്റ്റ് ആയി വരല്ല. അപ്പൊ അത് കാരണം കൊണ്ട് കുറച്ച് ഡിലേ ആയി വീഡിയോസ് ഒക്കെ ഇടാനായിട്ട്. അപ്പൊ എല്ലാവരുടെയും പ്രേയേഴ്സ് ഉണ്ടാവണം എല്ലാം ഭംഗിയായിട്ട് നടക്കാനായിട്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കളക്ഷൻ. നമ്മൾ ഇൻഡോർ പ്ലാന്റ് അല്ലെങ്കിലും വളരെ നമുക്ക് പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ഉണ്ട്. നമ്മുടെ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്, നമ്മുടെ ഡെക്കിനോട് ചേർന്ന് നിൽക്കുന്ന ആ പ്ലാന്റിനെ കാണിച്ചു തരാം. ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണെങ്കിലും ഇത് നമ്മുടെ വീടിന്റെ ഒരു പാർട്ടാണ്. നമ്മുടെ മെഗ്നോളിയ ഇപ്പൊ അതിന്റെ ഫ്ലവറിംഗ് ടൈം ആണ്. ആക്ച്വലി ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും ഫുൾ ഫ്ലവേഴ്സ് വരും. ഇത്തവണ കുറച്ച് കാറ്റ് കൂടുതലായത് കാരണം കൊണ്ട് കുറെ ഫ്ലവേഴ്സ് ഒക്കെ താഴെ വീണ് കിടക്കാണ്. പക്ഷെ നല്ല ഭംഗിയുമാണ്, നല്ല മണമാണ് കേട്ടോ. അപ്പൊ പിന്നെ ഇത് നമ്മുടെ കിളികൾക്ക് എണീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് ആക്ച്വലി ഫുള്ള് നിറച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. കഴിച്ച് ഇനി ലാസ്റ്റ് ഇത്തിരി കൂടെ ബാക്കിയുള്ളൂ. പക്ഷെ അത് അവര് വന്നത് കഴിക്കുന്നതും ഇത് കാണാനായിട്ട് ഒരു ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സില് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അധികമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഫ്ലവറിംഗ് പ്ലാന്റ് ഒരെണ്ണം ഇൻഡോറിൽ വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചാണ് ഈ ഹോയ പ്ലാന്റ്. ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല അത്. പക്ഷെ ഇത് ക്രീപ്പറാണ്, നല്ലോണം പടർന്നു പോകും ഈ പ്ലാന്റ്. പക്ഷെ നമ്മളിവിടെ പുറത്ത് വെച്ചിരിക്കുകയാണ് വീടിന്റെ എൻട്രൻസിൽ തന്നെ, കാരണം ഇത് നല്ല സൺലൈറ്റ് വേണം. ഇതിന് വേണ്ട ഒരു സ്പോട്ട് നമുക്ക് കണ്ടെത്തണം ഇൻഡോറിൽ. ഈ ഒരു വർഷം ഫ്ലവർ ചെയ്യുന്നു തോന്നുന്നു, അറിയില്ല. ഒരുപാട് സമയം എടുക്കും ഇതിന് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഹോയ പ്ലാന്റിന്റെ. ഇങ്ങനെ ബൾബ് പോലെ പിങ്ക്, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ റെഡ് സ്പോട്ടായിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ്. ഒരുപാടുണ്ടെങ്കിലും നമ്മള് നമ്മുടെ ഇഷ്ടം കൊണ്ട് വളർത്തിയെടുത്ത വളരെ കുട്ടിയായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സിനൊക്കെയാണ് കാണിച്ചത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയണില്ല, കാരണം വീഡിയോസ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നില്ല. പക്ഷെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവരും. പിന്നെ ഇനി അടുത്ത വീഡിയോ എപ്പോ ഇടുന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പൊ അത് ഞാൻ പ്രോമിസ് ചെയ്യണില്ല അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നത്. അടുത്ത വീഡിയോ പെട്ടെന്ന് ഇടാൻ പറ്റട്ടെ. അപ്പൊ അതുവരെ എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.